ഓക്കെ കാർഡ് കിട്ടി. ഓക്കെ മെഷീനിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് NB Tips, വെൽക്കം ബാക്ക് ന്യൂ വ്ളോഗ്. ഇതിപ്പോൾ നമ്മൾ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളിന് ശേഷം ഉണ്ടോ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ വരുന്നവർക്ക് സിവിൽ ID എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. എങ്ങനെ എടുക്കാമെന്നല്ല, സിവിൽ ID നമ്പർ വന്നതിന് ശേഷം നമ്മൾ മെഷീനിൽ പോയിട്ട് എവിടെ പോയി എടുക്കണം, എങ്ങനെ എടുക്കണം, ആ നമ്പറൊക്കെ എങ്ങനെ എടുക്കാം പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ചെറിയ കൺഫ്യൂസ്, ഡൗട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ എടുക്കാം, അത് എങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള ചെറിയ രീതിയിലുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹവല്ലിയിലാണ്. ഹവല്ലിയിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഓക്കെ നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് തന്നെ അതിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ബസ് ഓടിക്കുക, 2 ബസ് കയറേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ മേബോള അവിടെ നിന്നൊക്കെ വരണമെന്ന് പറഞ്ഞാൽ 106 കയറി കഴിഞ്ഞാൽ നേരെ കറക്റ്റ് ഇവിടെ നമ്മൾ സിവിൽ ID ഓഫീസിൽ എത്താൻ പറ്റും. ആദ്യമായിട്ട് കുവൈറ്റിൽ വരുന്നവർക്കൊക്കെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മുടെ ആധാർ കാർഡ് പോലെയൊക്കെയാണ് ഇവിടുത്തെ സിവിൽ ID കാർഡ്. ഇവിടെ എല്ലാ കാര്യത്തിനും നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനും യൂസ് ചെയ്യുന്നത് സിവിൽ ID കാർഡ് തന്നെയാണ്. സിവിൽ ID കാർഡില്ലാണ്ട് ഒന്നും നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പാസ്പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല കാർഡ് സിവിൽ ID കാർഡ് തന്നെയാണ്. സോ അത് നമ്മളിപ്പോൾ എടുക്കുന്നതൊക്കെ നമ്മൾ മന്ദൂപ്പ് ഓൺലൈനായിട്ട് അവിടെ അപേക്ഷയും കാര്യങ്ങളെല്ലാം കൊടുക്കും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഗൂഗിൾ വഴി നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതിൽ തന്നെ വരും. ഇപ്പോൾ ഏത് നമ്പറാണ്, ഏത് മിഷനാണ്, എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ തന്നെ വരും. അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഇടുന്നതാണ്. ഓക്കെ പിന്നെ മൊത്തം കിളികളുടെ ശബ്ദമുണ്ട്. മൊത്തം പറഞ്ഞാൽ ഫുൾ കിളികളുടെ ശബ്ദമാണ്. അടിപൊളി. എന്താ പറയുക, നമ്മളിപ്പോൾ ചെറിയ നാട്ടിലെ ലവ് ബേർഡ്സ് പോലത്തെ ചെറിയൊരു കുഞ്ഞു കിളികളില്ലേ, നമുക്ക് കാണുന്നതോന്നറിയില്ല. ചെറിയൊരു കിളി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്നുണ്ടോ, ഒരു അടിപൊളി. മൊത്തം അതാണ് കേട്ടോ, ഒരു വലിയൊരു കൂട് തന്നെയുണ്ട്. ഇപ്പോൾ സിവിൽ ID എൻക്വയർ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിൽ വെച്ചിട്ട് ഏത് നമ്പറിലാണ് വന്നതെന്ന് നമുക്ക് ഈ ഒരു മെഷീനിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓരോ മെഷീൻ ഉണ്ടാവും, ഓരോ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഈ നമ്പറിൽ നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ സിവിൽ ID കാർഡ് ഇടേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിസീവ് ആയി കിട്ടും. ഓക്കെ അതാണ് സംഭവം. ഇവിടെ ഒരുപാട് നമ്പറുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ നമ്പർ ഏതാണെന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ല പറഞ്ഞാൽ ഇവിടെ തന്നെ വേറെ മെഷീനുണ്ട്. ആ മെഷീനിൽ നമുക്ക് കാർഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് മെഷീനുള്ളത്. അങ്ങനെയാണ് സംഭവം. ഓക്കെ ഒരുപാട് മെഷീനുണ്ട് കേട്ടോ. 84 വരെ ഉണ്ട്. 1 മുതൽ 84 വരെയുള്ള മെഷീനുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സിവിൽ കാർഡ് ഇടുന്നത്. പിൻഭാഗമാണ് ഇടുന്നത്. ഐഡിയ കാർഡ് കിട്ടി. ഓക്കെ കാർഡ് വന്നു. അപ്പോൾ സിവിൽ ID കാർഡൊക്കെ എടുത്തിരിക്കുകയാണ്. ഓക്കെ നമുക്ക് മെഷീനത് എങ്ങനെയുണ്ട് അതിൽ കാണിച്ചു തരാം. ഓക്കെ ഇങ്ങനെയാണ്. ഒത്തിരി ആൾക്കാർ വന്ന് എടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ ആദ്യമായിട്ട് വരുന്ന ആൾക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചെറുത് ഇവിടെ അതിനുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുന്ന ഒരാളുണ്ട്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇടേണ്ടതൊക്കെ പറഞ്ഞു തരും, അറിയാത്തവർക്കാണെങ്കിൽ. അതുകൊണ്ട് യാതൊരു ടെൻഷൻ ഇല്ലാത്ത കാര്യമാണ്. സിമ്പിളായി പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണം, ഗൂഗിളിൽ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനോടൊപ്പം പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഫോളോ ചെയ്യുമോ. ഓക്കെ സിവിൽ ID ഒക്കെ എടുത്തു, യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുവൈറ്റിൽ ആദ്യമായിട്ട് വന്നിട്ട് 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആദ്യമായിട്ട് സിവിൽ ID എടുക്കാൻ വരുന്നവർക്ക് യാതൊരു ടെൻഷൻ അടിക്കാണ്ട് എടുക്കാൻ പറ്റും. എവിടെയാണെന്ന് അറിയാം. ചിലവർക്ക് ചിലപ്പോൾ സഭയായിരിക്കും. ഇവിടെ 2-3 ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിവിടെ മാക്സിമം വന്നിരിക്കുന്നത് സൗത്ത് സുറ എന്നാണ് പറയുക. സൗത്ത് സുറ എന്നൊക്കെയാണ് ഇത് വരിക. പക്ഷേ നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് സിവിൽ ID നമ്പർ വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, അതിൽ ലൊക്കേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏത് മെഷീൻ്റെ നമ്പർ കാര്യം ഡീറ്റെയിൽസ് എല്ലാം അതിൽ വരുന്നതാണ്. അപ്പോൾ യാതൊരു അതിൻ്റെ ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ
അത് ചിലർക്ക് ഇവിടെ തന്നെ വരണം എന്നില്ല. ഇതിപ്പോൾ ഇതാണ്, ചിലർ സബഹയെ വരും. സബഹ എന്ന് പറയുന്നത് മംഗഫാണ്. അത് ഡിപ്പെൻഡ് വിത്ത് സിവിൽ ഐ ഡിയിലെ ലൊക്കേഷനാണ്. നമ്മുടെ ലൊക്കേഷന് അടുത്തുള്ള അനുസരിച്ചാണ്. ചിലപ്പോൾ ഈ സാൽമിയ, കുവൈറ്റ് സിറ്റി എന്നുള്ള ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക്, അല്ല അവിടെ താമസിക്കുന്നവർക്കൊക്കെ ഈ ഭാഗത്താണ് മിക്കവാറും വരും. സൗത്ത് സൂറ ഈ ഭാഗത്താണ് വരിക. പക്ഷെ മംഗാഫ്, മേബുള അല്ലെങ്കിൽ ഫാഹിൽ ആ ഭാഗത്തുള്ളവർക്കൊക്കെ സബഹയാണ്, സബഹയിലാണ് വരിക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഇൻഫർമേഷൻ വീഡിയോസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ NBT Bits എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് വെച്ചാൽ രാവിലെ 8 മണി മുതലാണ്. 8 മണി മുതൽ വർക്കിംഗ് ആണ്. രാത്രി 8 മണി വരെ ഉണ്ട്. സിവിൽ ഐ ഡി എടുക്കാനുണ്ടോ? ബാക്കി ഓഫീസ് വർക്കായിട്ടുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റായി ടൈമുണ്ട്. 12 മണിക്കാണ് ബ്രേക്ക് ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, സിവിൽ ഐ ഡി എടുക്കാനൊക്കെ കണ്ടിന്യൂ ആയിട്ട് എപ്പോൾ ഏത് ടൈമിൽ വന്ന് എടുക്കാമെന്നാണ് നമ്മുടെ അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കിയത്. ഓക്കെ, ഇനിയും ഇതുപോലെ കുവൈറ്റിലെ വീഡിയോ ആയിട്ട് ഇനിയും വരാമെന്ന് പറഞ്ഞിട്ട് സൈനിങ് ഔട്ട് NBT Bits.